എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സ്കോർ അക്കാഡമി. ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു CTQ സെക്ഷൻ ആണ് ഓൺ 8086 മൈക്രോ പ്രോസസർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ 8086 മൈക്രോ പ്രോസസറിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ വളരെ സിമ്പിൾ ആണ്. ബട്ട് കോൺസെപ്റ്റ് അറിഞ്ഞുകൂടെങ്കിൽ അത് ടാക്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ CTQ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും. ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകൾ നിങ്ങൾ ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതുക. അതിനുശേഷം അതിന്റെ കോൺസെപ്റ്റ് പറയുന്നതായിരിക്കും. ആ കോൺസെപ്റ്റ് പറഞ്ഞ ശേഷം അതിന്റെ ആൻസറുകൾ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര കോൺസെപ്റ്റുകൾ അറിയാമെന്നും എത്ര നിങ്ങൾ കോൺസെപ്റ്റുകൾ പഠിച്ചു എന്നും അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലോട്ട് കടക്കാം. ഇൻ 8086 മൈക്രോ പ്രോസസർ, വാട്ട് ഡസ് ആൻ ഓവർഫ്ലോ ഫ്ലാഗ് വാല്യൂ ഓഫ് 1 ഇൻഡിക്കേറ്റ് അബൌട്ട് ദ സൈൻ ഓഫ് ദ റിസൾട്ട് ഓഫ് ആൻ ഓപ്പറേഷൻ? അതായത് കമ്പ്യൂട്ടറിൽ അർത്ഥമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്ന ആരാണ്? ALU ആണ്. അപ്പൊ ALU ഒരു റിസൾട്ട് തരുന്നു. ആ റിസൾട്ട് ഇസ് ബേസ്ഡ് ഓൺ ദ ഓപ്പറേഷൻ ഗിവൺ ടു ഇറ്റ്. ആ റിസൾട്ടിന്റെ സൈൻ എന്ന് പറയുന്നത് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇഫ് ഓവർഫ്ലോ ഫ്ലാഗ് ബിക്കെയിം 1, അതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തറിഞ്ഞിരിക്കണം? എവിടെയാണ് സൈൻ ബിറ്റ് വരുന്നത്, എന്താണ് ഈ ഓവർഫ്ലോ ഫ്ലാഗ്, ഇതെല്ലാം അറിഞ്ഞാലേ അതിന്റെ കോറിലേഷൻ അറിയാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനോട്ട് അടക്കാം. ഇൻ 8086 മൈക്രോ പ്രോസസർ, വാട്ട് ഡസ് എ പാരിറ്റി ഫ്ലാഗ് വാല്യൂ ഓഫ് 1 സിഗ്നിഫൈസ് അബൌട്ട് ദ റിസൾട്ട് ഓഫ് ആൻ ഓപ്പറേഷൻ? അതായത് ALU ഒരു റിസൾട്ട് തന്നു. ആ റിസൾട്ട് തന്ന സമയത്ത് പാരിറ്റി ഫ്ലാഗ് 1 ആയി. അപ്പോൾ അത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? അപ്പോൾ പാരിറ്റി ഫ്ലാഗ് എന്തിനാണ് വരുന്നതെന്ന് അറിയണം, എന്തിനെ ബേസ് ചെയ്ത് പറയണം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയാലേ നമുക്ക് ആ ഒരു ആൻസർ നമുക്ക് സോൾവ് ആക്കാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനോട്ട് അടക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രോൾ ബിറ്റ്സ് ഓഫ് 8086 ഫ്ലാഗ് രജിസ്റ്റർ ഈസ് യൂസ്ഡ് ടു പുട്ട് 8086 ഇൻ സിംഗിൾ സ്റ്റെപ്പ് മോഡ്? അപ്പോൾ എന്താണ് ഈ സിംഗിൾ സ്റ്റെപ്പ്? ഇപ്പോൾ ഫ്ലാഗ് രജിസ്റ്റർ എത്ര ഉണ്ട്? ഈ കൺട്രോൾ ബിറ്റ് എന്താണ്? ഇപ്പൊ ഇതെല്ലാം അറിഞ്ഞാലേ നമുക്ക് ഇത് സോൾവ് ആക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് സെക്ഷനോട്ട് കിടക്കാം. ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഇൻ 8086 മൈക്രോ പ്രോസസർ. അപ്പോൾ ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ 16 ബിറ്റുകളാണ് ഇൻ 8086 മൈക്രോ പ്രോസസർ. അപ്പോൾ അത് 16 ബിറ്റ് ആയതുകൊണ്ട് തന്നെ 16 ഫ്ലാഗ് വരെ അതിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താണ് ഫ്ലാഗ്? അപ്പൊ ഫ്ലാഗ് എന്ന് പറയുന്നത് ഒരു ഇവന്റ് നടന്നാൽ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലാഗ് വെച്ചിരിക്കുന്നത്. അതായത് ഒരു ഇവന്റ് നടന്നു, അപ്പോൾ ഫ്ലാഗ് എന്താവും? 1 ആവും. നടന്നില്ലെങ്കിൽ ഫ്ലാഗ് എന്താവും? 0 ആവും. അപ്പൊ ഇറ്റ്സ് എ വേ ഓഫ് സിഗ്നലിംഗ് അസ്. അപ്പോ 16 ബിറ്റ് ആണ് ആദ്യമേ 8086 മൈക്രോ പ്രോസസർ ഉണ്ടാക്കിയ സമയത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ആ 16 ബിറ്റ് യൂസ് ചെയ്യുന്നില്ല. മൊത്തം യൂസ് ചെയ്യുന്നത് 9 ബിറ്റുകൾ മാത്രമാണ്. അപ്പോൾ 9 ബിറ്റ് എന്ന് പറയുമ്പോൾ ആ 9 ഫ്ലാഗുകളാണ് നമ്മൾ പറയാം. ആ 9 ഫ്ലാഗുകളിൽ ഓരോ ഫ്ലാഗിനും എന്ത് വരാം? ഒന്നെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ 1 വരാം. അപ്പൊ ബാക്കി ബിറ്റുകൾ എന്ത് ചെയ്തു? റിസർവ് ചെയ്ത് വെച്ചു ഭാവിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ 9 ഫ്ലാഗിൽ നമുക്ക് സ്റ്റാറ്റസ് ഫ്ലാഗും ഉണ്ട്, കൺട്രോൾ ഫ്ലാഗും ഉണ്ട്. അപ്പോൾ കൺട്രോൾ ഫ്ലാഗ് ഒരു പർപ്പസിന് വേണ്ടിയാണ് ജനറേറ്റ് വെച്ചിരിക്കുന്നത്. സ്റ്റാറ്റസ് ഫ്ലാഗ് വേറൊരു പർപ്പസിന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. നമുക്കത് കവർ ചെയ്യാം. ഇപ്പൊ മൊത്തം ഉള്ളത് 9 ഫ്ലാഗിൽ 3 കൺട്രോൾ ഫ്ലാഗും 6 സ്റ്റാറ്റസ് ഫ്ലാഗും ആണ്. നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റസ് ഫ്ലാഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ALU എന്താണ്? നമ്മൾ അർത്ഥമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന എലമെന്റ് ആണ് ALU. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ഓരോ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു റിസൾട്ട് തരും. അതേ സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ആവും. ആ സ്റ്റാറ്റസ് എവിടെ അപ്ഡേറ്റ് ആവും എന്ന് പറഞ്ഞാൽ അവിടെ ഫ്ലാഗിലാണ് അപ്ഡേറ്റ് ആവുന്നത്. അപ്പൊ സ്റ്റാറ്റസ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ
ഓരോ പ്രാവശ്യവും റിസൾട്ട് ജനറേറ്റ് ആകുമ്പോൾ ആഫ്റ്റർ ഈച്ച് ഓപ്പറേഷൻ ആ റിസൾട്ടിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ആ ഫ്ലാഗ് രജിസ്റ്ററിൽ അപ്ഡേറ്റ് ആവുന്നത്. അപ്പൊ അതിൽ 6 സ്റ്റാറ്റസേ ഉള്ളൂ. ആ 6 സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആവും. അത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗ് ഉണ്ട്, പാരിറ്റി ഫ്ലാഗ് ഉണ്ട്, ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഉണ്ട്, സീറോ ഫ്ലാഗ് ഉണ്ട്, സൈൻ ഫ്ലാഗ് ഉണ്ട്, ഓവർഫ്ലോ ഫ്ലാഗ് ഉണ്ട്. അതിലാദ്യം ക്യാരി ഫ്ലാഗ് എന്താന്ന് നോക്കാം. കമ്പ്യൂട്ടറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ബൈനറി ഫോർമാറ്റിലാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ എന്തായിരിക്കും സ്റ്റോർ ആവുന്നത്? ഏത് ബിറ്റാണത്? അതാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അതേപോലെ റൈറ്റ് മോസ്റ്റ് എൻഡിൽ ഡേറ്റ എന്തായിരിക്കും? ആ ബിറ്റ് എന്തായിരിക്കും? ആ ബിറ്റാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അപ്പോൾ ക്യാരി പറയാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു MSB ആണ്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആണ്. അതായത് എപ്പോഴാണോ നമുക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ MSB നിന്നും ഒരു ക്യാരി പുറത്തോട്ട് വരുമ്പോൾ അപ്പോൾ ആ ഇവന്റ് നടന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ക്യാരി ഫ്ലാഗ് 1 ആവുന്നത്. ആ ഇവന്റ് നടന്നിട്ടില്ലെങ്കിൽ ക്യാരി ഫ്ലാഗ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അഡീഷന് മാത്രമല്ല സബ്ട്രാക്ഷനും ബാധകമാണ്. സബ്ട്രാക്ഷനിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്യാരി ബോറോ ചെയ്താൽ മാത്രം ബൈ ഹൂം ദ MSB then only ക്യാരി ഫ്ലാഗ് 1 ആവും, അല്ലെങ്കിൽ ക്യാരി ഫ്ലാഗ് 0 ആവും. അപ്പോൾ ഇതാണ് നമ്മൾ ക്യാരി ഫ്ലാഗ്. ഇനി വരുന്നതാണ് പാരിറ്റി ഫ്ലാഗ്. സോ പാരിറ്റി ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് ബൈനറി ഫോർമാറ്റിൽ നിന്നും പറഞ്ഞു. ആ ബൈനറി ഫോർമാറ്റിൽ കിട്ടുന്ന റിസൾട്ടിൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ മീൻസ് എന്താണ്? ഈവൻ പാരിറ്റി ആണ്. അപ്പൊ ഈ ഈവൻ പാരിറ്റി ആണെങ്കിൽ മാത്രമേ പാരിറ്റി ഫ്ലാഗ്, ഇവിടുത്തെ പാരിറ്റി ഫ്ലാഗ് 1 ആവുള്ളൂ, ഇല്ലെങ്കിൽ 0 ആവും. അടുത്ത വരുന്നതാണ് ഓക്സിലറി ക്യാരി ഫ്ലാഗ്. ഓക്സിലറി ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഓക്സിലറി ക്യാരി ഫ്ലാഗ് യൂസ് ചെയ്യുന്നത് തന്നെ 8 ബിറ്റ് ഓപ്പറേഷന് വേണ്ടിയാണ്. നമ്മൾ 8086 മൈക്രോ പ്രോസസർ 8 ബിറ്റ് ഓപ്പറേഷൻ ചെയ്യും, 16 ബിറ്റ് ഓപ്പറേഷൻ ചെയ്യും. അപ്പോൾ ഇവിടെ ഓക്സിലറി ക്യാരിയുടെ മെയിൻ പർപ്പസ് എന്തിനു തന്നെയാണ്? 8 ബിറ്റ് ഓപ്പറേഷൻ മാത്രമാണ്. അപ്പോൾ ഒരു 8 ബിറ്റിന്റെ പകുതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു നിബിളാണ്. അപ്പോൾ 8 ബിറ്റിന്റെ ലോവർ പകുതി എന്ത് പറയും? ലോവർ നിബിളും ഹയർ പകുതി എന്ത് പറയും? ഹയർ നിബിൾ എന്നും പറയും. ഇത് എന്തിനാ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ BCD ഓപ്പറേഷനുകൾ അല്ലെങ്കിൽ BCD അർത്ഥമാറ്റിക് ഓപ്പറേഷനുകൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓക്സിലറി ക്യാരിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ലോവർ നിബിളിന്റെ MSB നിന്നും, അതായത് ലോവർ നിബിൾ എന്ന് പറയുമ്പോൾ 4 ബിറ്റ്, അവസാനത്തെ 4 ബിറ്റ് മാത്രം ഡേറ്റ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ലെഫ്റ്റ് മോസ്റ്റ് ഡേറ്റ അല്ലെങ്കിൽ ബിറ്റ് എന്ന് പറയുന്നത് അവിടെ നിന്നും ഒരു ക്യാരി വരെയാണെങ്കിൽ, പുറത്തോട്ട് വരെയാണെങ്കിൽ ടു ദ ഹയർ നിബിൾ, ദെൻ വി സേ ദാറ്റ് ഇവന്റ് ഹാസ് ഒക്കേർഡ്. ആ ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഓക്സിലറി ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഓക്സിലറി ക്യാരി ഫ്ലാഗ് വരുന്നത്. സിമിലർലി അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? ആ ഫ്ലാഗ് 0 ആയിരിക്കും. അടുത്തത് നമുക്ക് 0 ഫ്ലാഗ് ആണ്. സിമ്പിൾ ആണ്. അതായത് റിസൾട്ട് 0 ആവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 0 ഫ്ലാഗ് എന്തായിരിക്കും? 1 ആക്കി സെറ്റ് ആവും. റിസൾട്ട് 0 അല്ലെങ്കിൽ നമ്മളുടെ 0 ഫ്ലാഗ് 0 ആയിരിക്കും. ഇനി സൈൻ ഫ്ലാഗ് എന്ന് പറയുന്നത് സൈൻഡ് നമ്പേഴ്സിന് മാത്രം വെച്ചിരിക്കുന്നതാണ് സൈൻ ഫ്ലാഗ്. അതായത് MSB ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് MSB എപ്പോഴാണോ 1 വരുന്നത് സൈൻ ഫ്ലാഗ് 1 ആവും, എപ്പോഴാണോ MSB 0 ആവുന്നത് സൈൻ ഫ്ലാഗ് 0 ആവും. അതായത് സൈൻഡ് റെപ്രസെന്റേഷൻ മാത്രമാണ് നമ്മൾ MSB സൈനിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തറിഞ്ഞിരിക്കണം? സൈൻഡും അൺസൈൻഡ് നമ്പേഴ്സ് എന്തെന്ന് അറിഞ്ഞിരിക്കണം. ആദ്യം നമുക്ക് അൺസൈൻഡ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അൺസൈൻഡ് നമ്പേഴ്സിൽ ഫോർ എക്സാമ്പിളിന് വേണ്ടി 8 ബിറ്റ് ഞാൻ ഡേറ്റ യൂസ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ 8 ബിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അൺസൈൻഡ് പേരിൽ തന്നെ ഉണ്ട് സൈൻ ഇല്ലാത്തത്, അതായത് നെഗറ്റീവ് സൈൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, മീൻസ് ഓൺലി പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ 8 ബിറ്റ് ആണെങ്കിൽ ആ 8 ബിറ്റും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡിനെ മാത്രമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതേ സമയത്ത് അതേ 8 ബിറ്റ് നമ്മൾ അൺസൈൻഡ് മാറി സൈൻഡ് നമ്പേഴ്സ് ആവുകയാണെങ്കിൽ നമുക്ക് ഒരു ബിറ്റ് എന്തിനെ റിസർവ് ചെയ്യണം? സൈനിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി റിസർവ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് MSB ബിറ്റ് ആണ്. അപ്പോൾ MSB ഈസ് റിസർവ്ഡ് ഫോർ സൈൻ ഇൻ സൈൻഡ് നമ്പേഴ്സ്. അപ്പോൾ ഒരു ബിറ്റ് മാറ്റി വെച്ചു, ബാക്കി എത്ര ബിറ്റ് ഉണ്ട്?
7 ബിറ്റ് ഉണ്ട്. സോ അപ്പോൾ ഒരു ബിറ്റ് കുറവായിരിക്കും ഫോർ മാഗ്നിറ്റ്യൂഡ്. സോ ടോട്ടലി എത്ര ആയിരിക്കും? 8 ബിറ്റ് ആണെങ്കിൽ 7 ബിറ്റ് വിൽ ബി അവൈലബിൾ ഫോർ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് അൺസൈൻ നമ്പർ നോക്കുകയാണെങ്കിൽ മൊത്തം 8 ബിറ്റ് ആയതുകൊണ്ട് 2⁸8 ദാറ്റ് ഈസ് 256 കോമ്പിനേഷൻസ് വരാം. അതായത് 256 പോസിറ്റീവ് നമ്പേഴ്സ് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ടിങ് ഫ്രം ഓൾ 0 ടു ഓൾ 1. അതെല്ലാം എന്ത് തന്നെയാണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അതേ സമയത്ത് സൈൻ നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ MSB 0 ആണെങ്കിൽ അത് പോസിറ്റീവ് നമ്പറും MSB 1 ആണെങ്കിൽ അത് നെഗറ്റീവ് നമ്പറുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് ഇപ്പോൾ പോസിറ്റീവ് നമ്പർ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ MSB 0 ആക്കി വെക്കുക, ബാക്കി ബിറ്റുകൾ മൊത്തം 0 ആക്കുക, ബാക്കി ബിറ്റുകൾ അവസാനം എല്ലാം മൊത്തം 1 ആക്കുക. അതായിരിക്കും അതിന്റെ എക്സ്ട്രീം എൻഡുകൾ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പകുതി നമ്പേഴ്സ് എന്ത് റെപ്രസെന്റ് ചെയ്യും? പകുതി റെപ്രസെന്റേഷൻ ഡേറ്റ വിൽ ബി റെപ്രസെന്റിങ് പോസിറ്റീവ് നമ്പേഴ്സ് ആൻഡ് ബാക്കി പകുതി വിൽ ബി റെപ്രസെന്റിങ് നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ ഈക്വലി പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓപ്ഷൻ വരും ഇൻ സൈൻഡ് നമ്പേഴ്സ്. പക്ഷേ അൺസൈൻഡ് ആണെങ്കിൽ കുറച്ചും കൂടെ അധികം പോസിറ്റീവ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാവുന്നേ ഉള്ളൂ, ബട്ട് സൈൻഡ് നമ്പേഴ്സിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ഓപ്പറേഷൻ അതനുസരിച്ച് ആയിരിക്കണം നിങ്ങൾ അൺസൈൻഡ് ആണോ സൈൻഡ് ആണോ ചിന്തിക്കേണ്ടത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൈൻഡ് നമ്പേഴ്സിന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിന് ഈസി ആയിട്ട് പറയാൻ പറ്റും, എന്നാലും അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ജസ്റ്റ് റിവൈസ് ചെയ്യാം. അതായത് 8421 കോഡ് വെച്ചാണ് നമ്മൾ നോക്കുന്നത് എത്ര ആണ് നമ്മുടെ ഹെക്സാഡെസിമൽ വാല്യൂ. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ ബൈനറി റെപ്രസെന്റേഷനെ 4 ബിറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഓരോ 4 ബിറ്റിനെയും 8421 കോഡ് വെച്ച് കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാം 0 ആയതുകൊണ്ട് 8421 എന്തില്ല, ഓരോ ബിറ്റിനും ഒരു ഇമ്പോർട്ടൻസും ഇല്ല, അപ്പോൾ ഒരു വെയിറ്റും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായിരിക്കും? അതാണ് 0 എന്ന് നമ്മൾ ആദ്യം റെപ്രസെന്റ് ചെയ്തത്. പിന്നെ അടുത്ത ബിറ്റ് നോക്കിയപ്പോൾ എന്താണ്? എല്ലാം 0 ആണ്. അങ്ങനെ 0 എന്ന് പറയാം. സിമിലർലി താഴെ അടുത്ത എൻട്രി നോക്കുമ്പോൾ എല്ലാം 1 ആവുന്നു. മീൻസ് 8ന് ഇമ്പോർട്ടൻസ് ഉണ്ട്, 4ന് ഇമ്പോർട്ടൻസ് ഉണ്ട്, 2ന് ഇമ്പോർട്ടൻസ് ഉണ്ട്, 1ന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 15 കിട്ടും. 15 എന്ന് പറയുന്നത് F ആണ്. അതേപോലെ മോളത്തെ നിബിൾ നോക്കാം. 0 1 1 1 അതായത് 8ന് ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ എന്തിനേ ഉള്ളൂ? 4നുണ്ട്, 2നുണ്ട്, 1നുണ്ട്. 4ഉം 2ഉം 1 എത്രയാണ്? 7 ആണ്. ആ 7 ആണ് നമ്മൾ എന്ത് എഴുതിയത്? 7. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് എഴുതുമ്പോൾ 7F എന്ന് കിട്ടും. നമ്മൾ ഇപ്പൊ നോക്കിയത് പോസിറ്റീവ് നമ്പേഴ്സിന്റെ റേഞ്ച് ആണ് ഇൻ ഹെക്സാഡെസിമൽ. അതേപോലെ നെഗറ്റീവ് നമ്പേഴ്സിന്റെ റേഞ്ച് അറിഞ്ഞിരിക്കണം. പക്ഷെ അതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. നെഗറ്റീവ് നമ്പേഴ്സ് കമ്പ്യൂട്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2's കോംപ്ലിമെന്റ് ഫോമിലാണ്. കാര്യം നമുക്ക് 2's കോംപ്ലിമെന്റിൽ മാത്രമാണ് 0ന് യുണീക്ക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ 1's കോംപ്ലിമെന്റ് ഫോം ആയിരുന്നെങ്കിൽ അതെന്തായിരിക്കും? 0ന് 2 റെപ്രസെന്റേഷൻ വരും. ഇത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ പാർട്ടാണ്. ഇൻ കേസ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്തിനാണ് 2's കോംപ്ലിമെന്റ് പ്രിഫർ ചെയ്യുന്നത്. കാര്യം എന്താണ്? 0യ്ക്ക് ഒരു റെപ്രസെന്റേഷനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കടക്കുകയാണ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ എക്സ്ട്രീം എൻഡ് ഏതായിരുന്നു? MSB എന്തായാലും 1 ആയിരിക്കണം, എന്നാലേ അത് നെഗറ്റീവ് നമ്പർ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബാക്കി ബിറ്റുകളായിരിക്കണം മാറ്റേണ്ടത്. അപ്പോൾ ആ ബിറ്റ് എന്തായിരിക്കും? ബാക്കി മാഗ്നിറ്റ്യൂഡ് ബിറ്റ് എല്ലാം 0 ആകാം, അല്ലെങ്കിൽ അടുത്ത എൻഡ് ആയിരിക്കും എല്ലാം 1 ആകാം. അപ്പോൾ 2 എൻഡായി. അപ്പോൾ രണ്ടും എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. കാര്യം MSB 1 ആയതുകൊണ്ട്. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് 2's കോംപ്ലിമെന്റ് ഫോമിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഒന്നും കൂടെ ഒരു 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇതിന്റെ കൺവെൻഷണൽ മെത്തേഡ് വെച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്, സിമ്പിൾ ആൻഡ് ഈസി ട്രിക്ക് വെച്ച് പറയാൻ പോകുന്നത്. എങ്ങനെ 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം? സിമ്പിൾ ആണ്. നമ്മൾ റൈറ്റ് മോസ്റ്റ് എൻഡ്, ഓക്കെ, അല്ലെങ്കിൽ LSB നിന്നും നമ്മൾ ഫസ്റ്റ് 1 വരുന്ന വരെ നോക്കി പോകുക. 1 കിട്ടുമ്പോൾ അതുവരെയുള്ള ഡേറ്റ കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന ബിറ്റുകളെല്ലാം ഇൻവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ബിറ്റിനെ എന്ത് ചെയ്യാം? ഫ്ലിപ്പ് ചെയ്യുക എന്ന് പറയാം. അപ്പൊ ഈ കേസിൽ ഫസ്റ്റ് കേസിൽ ആദ്യം നമ്മൾ LSB നോക്കി വരുമ്പോൾ ആദ്യത്തെ 1 എവിടെയാണ്? MSBയിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബിറ്റുകളൊന്നുമില്ല. അപ്പോൾ അത് തന്നെയാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എന്ത് കിട്ടും? 1 0 0 0 0 0 0 0 എന്ന് കിട്ടും.
ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഹെക്സാഡെസിമൽ പറയുകയാണെങ്കിൽ നമ്മൾ 8421 കോഡ് വെച്ച് നോക്കും. ഇപ്പൊ 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് 8421 നോക്കി എഴുതും. അപ്പൊ ആദ്യത്തെ 4 0 ആയതുകൊണ്ട് 4 വെയിറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അടുത്ത എന്താണ്? അടുത്ത 8421 നോക്കുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? 8ന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. സോ അങ്ങനെയാണ് 8 വരുന്നത്. അപ്പോൾ രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ 80H എന്ന് പറയാം. ഇനി നമുക്ക് മറ്റേ ഇൻറ്റും കൂടെ നോക്കാം. അതായത് ഇവിടെ MSB നോക്കിയേ, MSB 1 ആണ്, മീൻസ് നെഗറ്റീവ് നമ്പർ. ബാക്കി എല്ലാ വാല്യൂവും 1 ആണ്. ഇനി MSB 1 ആയതുകൊണ്ട് ഇതെന്താണ്? 2's കോംപ്ലിമെന്റ് ഫോമിലാണ് കിടക്കുന്നത്. 2's കോംപ്ലിമെന്റ് ഫോമിൽ കിടക്കുന്നുണ്ട്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കിട്ടണമെങ്കിൽ ഒന്നും കൂടെ 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കേണ്ടി വരും. ഇനി അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് ട്രിക്ക് തന്നെ വീണ്ടും യൂസ് ചെയ്യാം. അതായത് നമ്മൾ LSB നിന്നും ഫസ്റ്റ് 1 വരുന്നവരെ നോക്കുക. ഫസ്റ്റ് 1 ഏതാണ്? ഇതാണ് ഫസ്റ്റ് 1. അതുവരെ കോപ്പി ചെയ്യുക. ബാക്കി വരുന്ന എല്ലാ ബിറ്റിനെയും മാറ്റി എഴുതുക. മീൻസ് 0യെ 1 ആക്കുക, 1നെ 0 ആക്കുക. ഇവിടെ എല്ലാം 1 ആയതുകൊണ്ട് അതെന്തായി മാറും? സീറോസിനായി മാറും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിനെ ഹെക്സാഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 8421 വെയിറ്റ് വെച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത ശേഷം മാച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 4 നിബിൾ ഇതാണ്. അപ്പൊ 8421 വെച്ച് നോക്കുമ്പോൾ 1ന് മാത്രമേ വെയിറ്റ് ഉള്ളൂ. അപ്പൊ എന്താണ്? 1ഉം ബാക്കി 4 എന്താണ്? എല്ലാം 0 ആണ്, ഒന്നിനും വെയിറ്റ് ഇല്ല. സോ അത് 0 ആണ്. അപ്പൊ 01H ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് 80Hഉം 01Hഉം, മീൻസ് അതിന്റെ റേഞ്ച്. പക്ഷേ അതിന്റെ സൈൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതിന്റെ ശരിക്കുള്ള നെഗറ്റീവ് റേഞ്ച് എന്ന് പറയുന്നത് -01H തൊട്ട് -80H ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എത്ര എലമെന്റ് ആയി? എല്ലാം കൂടി ചേർത്ത് 2 എൻഡും കൂടി ചേർക്കുമ്പോൾ 128 എലമെന്റുകൾ, അതായത് 128 നെഗറ്റീവ് നമ്പേഴ്സ് ആയി. പിന്നെ നമ്മൾ റേഞ്ചിന്റെ ഒരു സമ്മറിയിലോട്ട് കിടക്കാം. അപ്പൊ അൺസൈൻഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ കിട്ടുന്ന റേഞ്ച് എന്തായിരിക്കും? 00H മുതൽ FFH ആണ്. അത് എത്രയാണ്? 256 പോസിറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സൈൻഡ് നമ്പേഴ്സ് ആണെങ്കിൽ ആ റേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സിനും നെഗറ്റീവ് നമ്പേഴ്സിനും ഈക്വലി ഡിവൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഹെക്സാഡെസിമലിൽ അത് 00H തൊട്ട് 7FH ആണ്. അതേ സമയത്ത് നെഗറ്റീവ് നമ്പേഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -01H തൊട്ട് -80H ആണ്. അപ്പൊ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? MSB 1 ആണെന്നും ഈ മാഗ്നിറ്റ്യൂഡിനെ 2's കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചാൽ മാത്രമാണ് ആ 2's കോംപ്ലിമെന്റ് ഫോമിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ആക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഓക്കെ, ഇപ്പോ നമ്മുടെ പോസിറ്റീവ് നമ്പേഴ്സിന് റേഞ്ച് എന്തായിരുന്നു? 128 പോസിറ്റീവ് നമ്പേഴ്സ് പറ്റും, സ്റ്റാർട്ടിങ് ഫ്രം 00H തൊട്ട് 7FH. അതേ സമയത്ത് നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് കിട്ടി? -1 സ്റ്റാർട്ട് ആവുന്നത്. അതുകൊണ്ട് അതിന്റെ റേഞ്ച് എന്താണ്? നമുക്ക് 80H കിട്ടി. കാര്യം 0 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ 7FH ആണ്. ബട്ട് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിന് 0 നല്ല സ്റ്റാർട്ട് ആവുന്നത്, ഒരു നമ്പർ മാറ്റിയാണ് സ്റ്റാർട്ട് ആയത്. അതുകൊണ്ടാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുകയാണെങ്കിൽ 7Fനെയും കാട്ടി 1 കൂടുതലാണ്. അങ്ങനെയാണ് അവിടെ 80H എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് അത് കവറായി. ഇനി നമ്മൾ നോക്കാനുള്ളത് നമ്മളുടെ റേഞ്ചിന് ഫോർ 16 ബിറ്റ് നമ്പേഴ്സ്. അപ്പോൾ 16 ബിറ്റ് ആകുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. അഡീഷണൽ ആയിട്ട് 2 0 2 F കൂടിയെന്നേ ഉള്ളൂ. അപ്പോൾ അൺസൈൻ നമ്പേഴ്സ് ആണെങ്കിൽ 16 ബിറ്റ് ആകുമ്പോൾ എല്ലാം 0 to എല്ലാം F ആയിരിക്കും ഫോർ അൺസൈൻ നമ്പേഴ്സ്. സൈൻഡ് നമ്പേഴ്സ് ആകുമ്പോൾ എന്തായിരിക്കും? കംപ്ലീറ്റ് റേഞ്ച് എന്ന് പറയുന്നത് -8000H, അതായത് മാഗ്നിറ്റ്യൂഡ് ആണ് 8000H എന്ന് പറയുന്നത്. റെപ്രസെന്റ് ചെയ്യുമ്പോൾ മാറും. അപ്പോൾ ഫോർ വിഷ്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടിയാണ് മൈനസ് അവിടെ ഇട്ടത്. അഗെയിൻ പോസിറ്റീവിന്റെ ഹയർ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7FFH ആയിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ 8 ബിറ്റ് കണ്ട സമയത്ത് എന്തായിരിക്കും? ഇത് കോമൺ ആണ്. 7Fഉം 8Hഉം 2 എക്സ്ട്രീം എൻഡ് ആണ്. അത് നമുക്ക് അറിയാം. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? 00 അപ്പുറത്ത് FF ആഡ് ചെയ്താൽ അതിന്റെ ഫുൾ റേഞ്ച് അറിയാൻ പറ്റും. സോ ഇത്രയും പഠിച്ച സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി? MSB ആണ് സൈൻ ഫ്ലാഗിന് വേണ്ടി നോക്കുന്നത്. അതായത് സൈൻ ഫ്ലാഗ് എപ്പോഴാണോ 1 ആവുമെന്ന് പറഞ്ഞാൽ
എം എസ് ബി 1 ആകുമ്പോൾ സൈൻ ഫ്ലാഗ് 1 ആവും. എം എസ് ബി 0 ആണെങ്കിൽ സൈൻ ഫ്ലാഗ് 0 ആവും. അപ്പോൾ സൈൻ ഫ്ലാഗ് ഡസ് നോട്ട് ഓൾവേസ് ഗീവ് ദ കറക്റ്റ് സൈൻ. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. കാര്യം അതിന് പറയാം, അതിനാണ് അടുത്തത് വരാൻ പോകുന്നത്, ഓവർഫ്ലോ ഫ്ലാഗിന്റെ ഇമ്പോർട്ടൻസ് വരാൻ പോകുന്നത്. അപ്പോൾ സംടൈംസ് നമുക്ക് കിട്ടുന്ന റിസൾട്ടിന്റെ സൈൻ എന്തായിരിക്കും? തെറ്റായിരിക്കും. എപ്പം? ഓവർഫ്ലോ നടക്കുമ്പോൾ മാത്രം. അപ്പോൾ ഓവർഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈൻഡ് നമ്പേഴ്സിന്റെ കേസിലാണ്. അതായത് നേരത്തെ പറഞ്ഞ റേഞ്ചിന്റെ പുറത്ത് പോവുകയാണെങ്കിൽ, അതായത് നമുക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിന്റെ പുറത്ത് ഒരു ഡേറ്റ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് ഓവർഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഓവർഫ്ലോ ഫ്ലാഗ് എന്തായി മാറും? 1 ആയി മാറും. അങ്ങനെ ഓവർഫ്ലോ ഒന്നും നടന്നിട്ടില്ല, അതായത് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് തന്നെയാണെങ്കിൽ, റേഞ്ചിന്റെ അകത്ത് തന്നെയാണെങ്കിൽ ഓവർഫ്ലോ ഫ്ലാഗ് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സാമ്പിളിന് വേണ്ടി 8 ബിറ്റ് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഒരു ബിറ്റ് എം എസ് പിക്ക് വേണ്ടി മാറ്റിവെക്കും. 7 ബിറ്റ് മാത്രമേ മാഗ്നിറ്റ്യൂഡിന് വേണ്ടി ശരിക്കും റിസർവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ റേഞ്ച് എന്തായിരിക്കും? -80H തൊട്ട് 7FH വരെ പോവുള്ളൂ. അപ്പോൾ ഓവർഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആ റേഞ്ചിന്റെ എക്സ്ട്രീം എൻഡ് എടുക്കുകയാണ്. 7FH പോസിറ്റീവ് നമ്പർ എടുക്കുന്നത്, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എക്സാ ഡെസിമലിലാണ് ഇത് കിടക്കുന്നത്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ബൈനറി പറയാൻ പോയാണ്. അപ്പോൾ അതിന് എന്തറിയണം? ബൈനറി അഡീഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ബൈനറി അഡീഷനിൽ 0 + 0 എന്ന് പറയുന്നത് 0 ആണ്, 0 + 1 എന്ന് പറയുന്നത് 1 ആണ്, 1 + 1 എന്ന് പറയുന്നത് നമുക്ക് എന്തറിയാം? ഡെസിമലിൽ 2 ആണ്. പക്ഷേ കമ്പ്യൂട്ടറിൽ എന്താണത്? 1 0 ആണ്. പക്ഷെ അത് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 0 എഴുതിയിട്ട് 1 ക്യാരി ചെയ്യും. സോ 0 വിത്ത് ക്യാരി. അങ്ങനെ ഇനി ഈ റിസൾട്ടിന്റെ കൂടെ 1 + 1 കിട്ടിയ റിസൾട്ടിന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് 1 1 കിട്ടും. അപ്പൊ അതെങ്ങനെ പറയും? 1 വിത്ത് ക്യാരി എന്ന് പറയും. ഇപ്പോൾ ആ എക്സാമ്പിൾ വെച്ച് ഇനി പറയാൻ പോണത്, ഇപ്പോൾ ഞാൻ ഇത് 7F ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷന്റെ ബൈനറി റെപ്രസെന്റേഷൻ ആണ് ഇത്. അതിന്റെ കൂടെ 1 ആഡ് ചെയ്യാണ്. സോ 1 + 1 എന്ത് കിട്ടും? 0 വിത്ത് ക്യാരി 1. ഇനി അടുത്തെന്താണ്? ഒരു ക്യാരിയും ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ 1 + 1 0 വിത്ത് ക്യാരി 1. അടുത്തതും 1 ഉണ്ട്, 1ഉം ക്യാരിയും. സോ 0 വിത്ത് ക്യാരി 1. അങ്ങനെ എത്ര വരെ പോകും? കുറെ 1 ഉള്ളതുകൊണ്ട് അങ്ങ് എൻഡ് വരെ അങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം എം എസ് ബിയുടെ അടുത്തെത്തുമ്പോൾ എന്താണ്? ജസ്റ്റ് അടുത്ത പ്രീവിയസ് ബിറ്റ് ഒക്കെ ആണെങ്കിൽ 1 + 1 0 വിത്ത് ക്യാരി 1. അങ്ങനെ നോക്കുമ്പോൾ നോക്കിയേ, എം എസ് ബി 0 ആണ്, അതിൻ്റെ കൂടെ ക്യാരി ആഡ് ചെയ്യുന്നു. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കിട്ടുന്ന റിസൾട്ടിന്റെ എം എസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. 0 + 1 1 ആണ്. അപ്പൊ എന്ത് കിട്ടി? എം എസ് ബി അവിടെ 1 ആയി. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു സൈൻഡ് റേഞ്ച് പറയുകയാണെങ്കിൽ ഈ വാല്യൂ എന്തായി മാറി? ഒരു നെഗറ്റീവ് നമ്പറായി മാറിപ്പോയി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച വാല്യൂ എന്തായിരുന്നു? ഒന്ന് കൂടിയപ്പോൾ എന്ത് കിട്ടണം? 80H കിട്ടണം. പക്ഷേ 1 എം എസ് ബി ആയതുകൊണ്ട് അതെന്തായി മാറി? നെഗറ്റീവ് നമ്പർ ആയി. അപ്പോൾ സൈൻ ഫ്ലാഗ് 1 ആവും. അപ്പോൾ സൈൻ ഫ്ലാഗ് 1 ആയി എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് നമ്പർ കമ്പ്യൂട്ടറിന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള വെർഷൻ ആണെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് എന്താ കിട്ടേണ്ടത്? ഒരു പോസിറ്റീവ് നമ്പറാണ് കിട്ടേണ്ടത്. കാര്യം 7FHഉം 1H എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ്. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടേണ്ടത് പോസിറ്റീവ് നമ്പറാണ്, നെഗറ്റീവ് നമ്പർ അല്ല. ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു പറഞ്ഞാൽ, ഓവർഫ്ലോ നടന്നുകൊണ്ടാണ് സൈൻ മാറിപ്പോയത്, അല്ലെങ്കിൽ റോങ് സൈൻ വന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ വന്നത്. അപ്പോൾ റേഞ്ചിന്റെ പുറത്ത് പോവുകയാണെങ്കിൽ, ഇപ്പൊ 8 ബിറ്റ് നമ്പേഴ്സിന് റേഞ്ച് എന്താണ്? -80H തൊട്ട് 7FH ആണ്. അതിന്റെ പുറത്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച് പോവുകയാണെങ്കിൽ മാത്രമാണ് ഓവർഫ്ലോ ഫ്ലാഗ് 1 ആവുന്നത്. ഇപ്പോ എപ്പോഴാണ് എം എസ് ബി 1 ആവുന്നത്? ആ കേസിൽ എന്തും കൂടെ നോക്കണം, ഓവർഫ്ലോ നടന്നിട്ടുണ്ടോ എന്നും കൂടെ നോക്കണം. അപ്പോൾ ഓവർഫ്ലോ ഫ്ലാഗ് 1 ആയി. ഈ കേസിൽ ഓവർഫ്ലോ ഫ്ലാഗ് എന്തായി? 1 ആയി. കാര്യം റേഞ്ചിന്റെ പുറത്തു പോയി. അതേ സമയത്ത് എം എസ് ബി എന്താണ്? അതും 1 ആയി. അപ്പൊ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് പോസിറ്റീവ് ആയതുകൊണ്ടും
നമുക്ക് എന്ത് മനസ്സിലാക്കിയെടുക്കാം? ഓവർഫ്ലോ ഫ്ലാഗ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം അത് സൈൻ മാറിപ്പോയെന്ന്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സൈൻ ഫ്ലാഗ് സിംപ്ലി കോപ്പീസ് ദ MSB. അപ്പോൾ ഓവർഫ്ലോ ഫ്ലാഗ് 1 ആയാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ സൈൻ എന്ന് പറയുന്നത് കിട്ടിയ സൈൻ തെറ്റാണെന്ന് അർത്ഥം. ഇനി ഇത് എവിടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ? സൈൻഡ് നമ്പേഴ്സിന് മാത്രമാണ് യൂസ്ഫുൾ. കാര്യം നമ്മളുടെ അൺസൈൻഡ് നമ്പേഴ്സ് ആണെങ്കിൽ എപ്പോഴാണ് ഓവർഫ്ലോ നടക്കുന്നത് പറഞ്ഞാൽ MSB 1 പോകുമ്പോൾ. MSB 1 പോകാൻ വേണ്ടി എന്തുണ്ട്? അങ്ങനെ 1 പോവുകയാണെങ്കിൽ ക്യാരി ഫ്ലാഗ് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അവിടെ ഈ ഓവർഫ്ലോ ഫ്ലാഗിന്റെ യൂസ് ഇല്ല. അപ്പൊ എവിടെ മാത്രമേ യൂസ് ഉള്ളൂ? സൈൻഡ് നമ്പേഴ്സിൽ കേസ് മാത്രമാണ് ഓവർഫ്ലോ ഫ്ലാഗിന്റെ യൂസ്. അപ്പോ നെവർ ചെക്ക് ദ സൈൻ ഫ്ലാഗ് ഫസ്റ്റ്. ആദ്യം എന്ത് ചെക്ക് ചെയ്യണം? ഓവർഫ്ലോ ഫ്ലാഗ് ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമാണ് സൈൻ ഫ്ലാഗ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓവർഫ്ലോ ഫ്ലാഗ് 0 ആവുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഓവർഫ്ലോ നടന്നിട്ടില്ല. അതായത് നമുക്ക് കിട്ടിയ സൈൻ ഫ്ലാഗിലുള്ള വാല്യൂ തന്നെയായിരിക്കും നമ്മളെ ആക്ച്വൽ സൈൻ. അതായത് ഓവർഫ്ലോ ഫ്ലാഗ് 1 ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് റേഞ്ചിന്റെ പുറത്തു പോയി എന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ സൈൻ ഫ്ലാഗിലുള്ള വാല്യൂ എന്തായിരിക്കും? ഇൻഡിക്കേറ്റിംഗ് ദ റോങ് സൈൻ ഓർ ഓപ്പോസിറ്റ് സൈൻ. ഇനി ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. 39H പ്ലസ് 27H നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റസ് ഫ്ലാഗുകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ 1 + 1 0 വിത്ത് ക്യാരി 1. അടുത്തത് 1 + 0 + 1 എന്താണ്? 1 + 1 ഇക്വലന്റ് ആണ്. മീൻസ് 0 വിത്ത് ക്യാരി 1. അഗൈൻ 0യും 1 1. അഗൈൻ 2 1 വന്നു. സോ 0 വിത്ത് ക്യാരി 1. വീണ്ടും 2 1 വന്നു. 0 വിത്ത് ക്യാരി 1. വീണ്ടും 2 1 വന്നു ആഡ് ചെയ്യാൻ വേണ്ടി. ഒരു 0 2 1. സോ 0 വിത്ത് ക്യാരി 1. പിന്നെ എന്ത് വന്നു? 3 1s വന്നു. 1 + 1 + 1 എന്താണ്? 1 വിത്ത് ക്യാരി 1. ഇനി 1 0 0 മീൻസ് 1 + 0 + 0 എന്താണ്? 1 ആണ്. അടുത്ത എന്താണ്? 0 ക്യാരി ഫോർവേഡ് നടന്നില്ല. സോ 0 + 0 എന്താ കിട്ടി? 0 കിട്ടി. കിട്ടിയ റിസൾട്ടിനെ ഹെക്സാഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 4 ബിറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. 8421 വെയിറ്റ് വെച്ച് കമ്പയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 4 ബിറ്റ് നോക്കുകയാണെങ്കിൽ ഫ്രം LSB എല്ലാം 0 ആയതുകൊണ്ട് ഒരു വെയിറ്റ് എടുക്കുന്നില്ല. സോ 0 ആണ് വരേണ്ടത്. ഇനി അടുത്ത 4 ബിറ്റ് എടുക്കുകയാണെങ്കിൽ ഏതിന് മാത്രമേ ഉള്ളൂ? 4നും 2നും മാത്രമേ വെയിറ്റ് ഉള്ളൂ. മീൻസ് 4 + 2 6. അങ്ങനെയാണ് 60H വരുന്നത്. നമുക്കിനി സ്റ്റാറ്റസ് ഫ്ലാഗിനെ പറ്റി നോക്കാം. അപ്പോൾ നമുക്ക് 6 സ്റ്റാറ്റസ് ഫ്ലാഗ് ഉണ്ട്. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇനി അതിന്റെ സ്റ്റാറ്റസ് എന്താവും? ഈ റിസൾട്ടിന്റെ സ്റ്റാറ്റസ് എന്താവും നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കുള്ളത് ക്യാരി ഫ്ലാഗ് ആണ്. അപ്പോൾ ക്യാരി നടന്നിട്ടുണ്ടോ നോക്കിയേ. ഇവിടെ ക്യാരി ഒന്നും നടന്നിട്ടില്ല. സോ ക്യാരി ഫ്ലാഗ് എന്താവും? 0. ഇനി അടുത്ത എന്താണ്? പാരിറ്റി ഫ്ലാഗ്. അപ്പൊ റിസൾട്ട് നോക്കിയേ. എത്ര 1 ഉണ്ട്? റിസൾട്ടിൽ 2 1s ഉണ്ട്. സോ ഈവൻ നമ്പർ ഓഫ് 1. സോ ഈവൻ പാരിറ്റി. ഈവൻ പാരിറ്റി ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് 1 ആവും. അടുത്തത് നമ്മൾ ലോവർ നിബിളിൽ നിന്നും ഹയർ നിബിളിലോട്ട് പോയ സമയത്ത് ഏതെങ്കിലും ഒരു ഓക്സിലറി ക്യാരി വന്നിട്ടുണ്ടോ? അത് ഏതാണ്? ഇവിടെ 1 വന്നിട്ടുണ്ട്. അപ്പൊ ആ ഓക്സിലറി ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ ഓക്സിലറി ബിറ്റ് ഫ്ലാഗ് എന്താവും? 1 ആവും. അടുത്തത് എന്താണ്? റിസൾട്ട് 0 ആണോ? അല്ല. കാര്യം 2 1 വരുന്നുണ്ട്. എല്ലാം 0 അല്ല. സോ 0 ഫ്ലാഗ് 0 ആവും. അടുത്തത് സൈൻ ഫ്ലാഗ് നോക്കിയേ. MSB എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. സോ അത് എന്തൊക്കെ കൺസിഡർ ആക്കും? പോസിറ്റീവ് എന്ന് കൺസിഡർ ആവും. മീൻസ് ഇറ്റ് സിംപ്ലി കോപ്പീസ് ദ MSB. അപ്പോൾ സൈൻ ഫ്ലാഗ് 0. ഇനി ഓവർഫ്ലോ നടന്നിട്ടുണ്ടോ? ഇല്ല. കാര്യം ഇതൊരു പോസിറ്റീവ് നമ്പർ, ഇതൊരു പോസിറ്റീവ് നമ്പർ, കിട്ടിയ റിസൾട്ടും പോസിറ്റീവ് നമ്പർ. കണ്ട MSB മാത്രം നോക്കിയാൽ മതി. അപ്പൊ എന്തായി? അതെല്ലാം പോസിറ്റീവ് നമ്പറാണ്. 2 പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ കിട്ടുന്നതും പോസിറ്റീവ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. റേഞ്ചിന്റെ പുറത്തും അല്ല പോകുന്നത്. അപ്പൊ റേഞ്ചിന്റെ പുറത്തല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓവർഫ്ലോ ഫ്ലാഗ് 0 ആയിരിക്കും. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടി ചെയ്യാം. 42H + 44H. അഗെയിൻ നമുക്ക് അഡീഷൻ ചെയ്യാം. അഡീഷൻ ചെയ്യുമ്പോൾ 0 + 0 0 ആണ്. 1 + 0 1 ആണ്. അഗെയിൻ അടുത്തത് 0 + 1 1 ആണ്. 0 + 0 0 0 + 0 0 0 + 0 0 then 1 + 1 0 with carry 1.
അഗെയിൻ ക്യാരി 1 വന്നുകൊണ്ട് അത് എവിടെ വന്നു? MSBയിലാണ് വന്നത്. അപ്പോൾ 2 സീറോയും കൂടെ സീറോയുടെ കൂടെ എന്ത് കൂടെ ആഡ് ചെയ്യണം? 1 കൂടെ ആഡ് ചെയ്യണം. 0 + 1 അപ്പോൾ 1. അപ്പം എന്ത് പറ്റി? MSB 1 ആയി. ഇനി അവിടെ നിന്ന് ഒരു കാര്യവും നടന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹെക്സാഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 8421 കോഡ് വെച്ച് ആദ്യം ഗ്രൂപ്പ് ചെയ്ത ശേഷം 8421 വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ നോക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എടുക്കും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഫ്രം LSB നോക്കുകയാണെങ്കിൽ 4നും 2നും മാത്രമേ വെയിറ്റ് ഉള്ളൂ. സോ 6 ആണ് അവിടെ വരുന്നത്. പിന്നെ ഹയർ 4 ബിറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ 8ന് മാത്രമേ വെയിറ്റ് ഉള്ളൂ. സോ 8 അവിടെ വന്നു. അങ്ങനെ ചേർത്ത് എഴുതുമ്പോൾ 86H എന്ന് വരും. ഇനി നമുക്ക് സ്റ്റാറ്റസ് നോക്കാം. സ്റ്റാറ്റസ് ഫ്ലാഗിൽ ഫസ്റ്റ് ക്യാരി ഫ്ലാഗ് ആണ്. അപ്പോൾ ക്യാരി ഫ്ലാഗ് നോക്കിയാൽ അവിടെ ഒന്നും വന്നിട്ടില്ല. സോ അവിടെ 1 വരികയാണെങ്കിൽ മാത്രമാണ് ക്യാരി ഫ്ലാഗ് 1 ആവുന്നത്. സോ ഇവിടെ 1 വരാത്തത് കൊണ്ട് ക്യാരി ഫ്ലാഗ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി പാരിറ്റി ഫ്ലാഗ് നോക്കാൻ വേണ്ടി നമ്പർ ഓഫ് വൺസ് ഇൻ ദ റിസൾട്ട് നോക്കുക. ഇപ്പം നമ്പർ ഓഫ് വൺസ് ഇവിടെ എത്രയുണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പം 3 എണ്ണം ഉള്ളതുകൊണ്ട് അതെന്താണ്? ഈവൻ പാരിറ്റി അല്ല. ഈവൻ പാരിറ്റി അല്ല എന്ന് മീൻസ് പാരിറ്റി ഫ്ലാഗ് 0 ആയിരിക്കും. അപ്പോൾ പാരിറ്റി ഫ്ലാഗ് ഓട്ടോമാറ്റിക്കലി 0 വരും. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ഓക്സിലറി ക്യാരിയാണ്. അപ്പോൾ ഓക്സിലറി ക്യാരി എന്ന് പറയുമ്പോൾ ലോവർ നിബിളിൽ നിന്നും ഒരു ക്യാരി പോകുന്നുണ്ടോ നോക്കുക. അതാണ് ഈ പൊസിഷൻ. അവിടെ ക്യാരി ഒന്നും പോകുന്നില്ല. സോ ക്യാരി പോകാത്തത് കൊണ്ട് എന്ത് പറയാം? അത് 0 എന്ന് പറയാം. ക്യാരി ഫ്ലാഗ് ഓക്സിലറി ക്യാരി ഫ്ലാഗ് 0 എന്ന് പറയാം. ഇനി അടുത്തത് എന്താണ്? റിസൾട്ട് 0 ആണോ? അല്ല എന്നുണ്ട്. എല്ലാം 0 അല്ല. സോ 0 ഫ്ലാഗ് 0. അടുത്ത സൈൻ ഫ്ലാഗ് MSB നോക്കുക. കാര്യം സൈൻ ഫ്ലാഗ് സിംപ്ലി കോപ്പീസ് ദ MSB. അങ്ങനെയാണെങ്കിൽ MSB നോക്കിയ ഇവിടെ MSB എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. റിസൾട്ടിന്റെ MSB 1 ആയതുകൊണ്ട് സൈൻ ഫ്ലാഗും 1 ആവും. ഇനി ഓവർഫ്ലോ നടന്നിട്ടുണ്ടോ നോക്കിയേ. നമ്മൾ ഈ 2 നമ്പറും പോസിറ്റീവ് നമ്പറാണ്. കിട്ടിയ റിസൾട്ട് എന്തായിരിക്കും? നെഗറ്റീവ് നമ്പർ നമുക്ക് കാണിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് നമ്പർ കാണിക്കുന്നു. 2 നമ്പർ ആഡ് ചെയ്ത് എങ്ങനെ നെഗറ്റീവ് നമ്പർ വരും? അതും 2 പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്ത് നെഗറ്റീവ് നമ്പർ വരും. സോ അത് ഓവർഫ്ലോ നടന്നു. അപ്പോൾ ഓവർഫ്ലോ ഫ്ലാഗ് എന്താവും? 1 ആയി മാറും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ കവർ ചെയ്ത് എന്താണ്? സ്റ്റാറ്റസ് ഫ്ലാഗുകളാണ്. ഇനിയുള്ളത് കൺട്രോൾ ഫ്ലാഗുകളാണ്. എന്താണ് കൺട്രോൾ ഫ്ലാഗ്? ഇത് ശരിക്കും പ്രോഗ്രാമർ കൺട്രോൾ ചെയ്യുന്നതാണ്. ആരാണോ ആ 8086 മൈക്രോ പ്രോസസ്സർ പ്രോഗ്രാം ചെയ്യുന്നത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഫ്ലാഗുകളാണ് കൺട്രോൾ ഫ്ലാഗ്. സർട്ടൺ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ വേണ്ടിയാണ് ഈ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ യൂസ് ചെയ്യാം ഫ്ലാഗുകൾ. അപ്പൊ അത് ആ ടൈപ്പ് ഫ്ലാഗുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോൾ ഫ്ലാഗ് എന്ന് പറയുന്നത്. അതിൽ 3 എണ്ണമാണ്. ഡയറക്ഷൻ ഫ്ലാഗ്, ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലാഗ് ഓർ സിംപ്ലി ഇന്ററപ്റ്റ് ഫ്ലാഗ് എന്നും പറയും. പിന്നെ വരുന്ന ട്രാപ്പ് ഫ്ലാഗ്. ഇതിന് ഒരു മീനിങ് ഉണ്ട്, അത് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ട്രാപ്പ് ഫ്ലാഗ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റെപ്പ് ഡീബഗിങ് എനേബിൾ ചെയ്യാൻ വേണ്ടിയാണ് ട്രാപ്പ് ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. അതായത് എപ്പോഴാണോ ട്രാപ്പ് ഫ്ലാഗ് 1 ആവുന്നത് അപ്പോൾ എന്ത് ചെയ്യും? സിംഗിൾ സ്റ്റെപ്പ് മാത്രം എക്സിക്യൂട്ട് ചെയ്ത് ഒരു ഔട്ട്പുട്ട് കാണിക്കും. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു അടുത്തിലോട്ട് പോകണം എന്ന് പറയുമ്പോൾ മാത്രമേ അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗിൾ സ്റ്റെപ്പിംഗ് മോഡ് അല്ലെങ്കിൽ സിംഗിൾ സ്റ്റെപ്പ് മോഡ് എന്ന് പറയുന്നത്. ഇനി അതങ്ങനെ ആക്ടിവേറ്റ് ചെയ്യേണ്ട, സിംഗിൾ സ്റ്റെപ്പ് മോഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ടെങ്കിൽ പ്രോഗ്രാമിന് എന്ത് ചെയ്യാം? ട്രാപ്പ് ഫ്ലാഗ് 0 ആക്കി സെറ്റ് ആക്കാം. അപ്പൊ ബൈ ഡീഫോൾട്ട് സിംഗിൾ സ്റ്റെപ്പ് മോഡ് ഓഫ് ആണ്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താൽ അവസാനം കഴിഞ്ഞാൽ മാത്രം എനിക്ക് റിസൾട്ട് കിട്ടിയാൽ മതി. ഇപ്പൊ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇനി പറയാം. ഫോർ എക്സാമ്പിൾ സിംഗിൾ സ്റ്റെപ്പ് ഡീബഗിങ് മോഡ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാം 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അവസാനം ഒരു റിസൾട്ട് തരും. പക്ഷെ നമുക്ക് കിട്ടിയ റിസൾട്ട് നമുക്ക് റിക്വയർഡ് റിസൾട്ട് ആയിട്ട് മാച്ചിങ് അല്ല എന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? പ്രോഗ്രാമിൽ തെറ്റൊന്നുമില്ല, എഴുതിയ കോഡിലും തെറ്റൊന്നുമില്ല, എന്തോ ലോജിക്കൽ എറർ ആണ് ഇഷ്യൂ, എന്തോ ലോജിക്ക് തെറ്റിപ്പോയി. അപ്പൊ ആ ലോജിക്കൽ എറർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങനെ
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോഴത്തെ ഇന്റർമീഡിയറ്റ് ഔട്ട്പുട്ടും കൂടെ അറിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റില്ല ഇവിടെ തെറ്റിപ്പോയിന്ന്. ഒരു പ്രോഗ്രാമർ ലെവലിന് ഇതൊരു ഇമ്പോർട്ടന്റ് ഫ്ലാഗ് ആണ്. കാര്യം അയാൾക്ക്, അതായത് ഒരു വ്യക്തിക്ക്, ഇപ്പൊ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ 8086 മൈക്രോ പ്രോസസർ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി പ്രോഗ്രാം ചെയ്തു, അത് അതിലോട്ട് റൈറ്റ് ചെയ്തു. പക്ഷെ കിട്ടിയ ഔട്ട്പുട്ട് നിങ്ങൾ വിചാരിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സിംഗിൾ സ്റ്റെപ്പ് ഡീബഗിങ് മോഡ് ഓൺ ആക്കാൻ വേണ്ടി നിങ്ങൾ ട്രാപ്പ് ഫ്ലാഗ് 1 ആക്കുന്നത്. അപ്പൊ എപ്പോഴാണ് ആക്ടിവേറ്റ് ആക്കുന്നത് പറഞ്ഞാൽ വലിയൊരു പ്രോഗ്രാമിൽ ലോജിക്കൽ ആയിട്ട് എന്തോ എറർ വന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട റിസൾട്ട് കിട്ടിയില്ല. അപ്പൊ എവിടെ തെറ്റുപറ്റി എന്നറിയാൻ വേണ്ടി നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് സിംഗിൾ സ്റ്റെപ്പ് ഡീബഗിങ് അല്ലെങ്കിൽ സിംഗിൾ സ്റ്റെപ്പ് മോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നോർമൽ ഒരു എന്താണ് ഡീഫോൾട്ട് ആയിട്ട് ഈ ട്രാപ്പ് ഫ്ലാഗ് 0 ആയിരിക്കും. മീൻസ് ഒറ്റയടിക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് തരുന്നതായിരിക്കും. അതേ സമയത്ത് ട്രാപ്പ് ഫ്ലാഗ് 1 ആക്കുന്ന സമയം തൊട്ട് എന്തായിരിക്കും, അത് ആക്ടിവേറ്റ് ആവുമ്പോൾ നമുക്ക് ആ സമയത്ത് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്തത് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ അത് സ്റ്റോപ്പ് ചെയ്ത് ഇന്ററപ്റ്റ് ചെയ്ത് നിന്നിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് തരും. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷനിലോട്ട് പോകും. അപ്പോൾ എപ്പോഴാണോ നമുക്ക് ട്രാപ്പ് ഫ്ലാഗ് 0 ആക്കുമ്പോൾ പഴയതുപോലെ 1 by 1 ആയിട്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ എക്സാമ്പിളിന് വേണ്ടി നമ്മൾ നോർമലി ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു, എപ്പോഴാണോ ട്രാപ്പ് ഫ്ലാഗ് 1 ആക്കുമ്പോൾ പ്രോഗ്രാം എന്ത് ചെയ്യും, ആ ഇൻസ്റ്റന്റ് തൊട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത ശേഷം നമുക്കൊരു ഔട്ട്പുട്ട് തരും. നമ്മൾ അത് നോക്കും, അത് ഇന്റർമീഡിയറ്റ് ഔട്ട്പുട്ടാണ്. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ വേണ്ടി പറയും. അപ്പൊ എന്താവും, അങ്ങനെ പോകുമ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആവും, വീണ്ടും ഒരു ഔട്ട്പുട്ട് തരും. ആ ഔട്ട്പുട്ട് നമ്മൾ നോക്കും, എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കും, എന്നിട്ട് നമ്മൾ കോഡ് വേണമെങ്കിൽ തിരുത്താം. അങ്ങനെ ഓരോ പ്രാവശ്യവും എന്താവും, നമുക്ക് ഔട്ട്പുട്ട് തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇനി എപ്പോഴാണോ നമ്മൾ ട്രാപ്പ് ഫ്ലാഗ് 0 ആക്കുമ്പോൾ പിന്നെ പഴയതുപോലെ അവസാനമേ നമുക്ക് ഔട്ട്പുട്ട് തരുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ ഡീബഗിങ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എവിടെയാണോ ഒരു മിസ്റ്റേക്ക് വന്നത്, ലോജിക്കൽ മിസ്റ്റേക്ക് വന്നത്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ട്രാപ്പ് ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലാഗ്. ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലാഗ് എന്ന് പറയുന്നത് കുറെ ഇന്ററപ്റ്റുകൾ മൈക്രോ പ്രോസസറിന് ഉണ്ട്. അപ്പൊ ഇന്ററപ്റ്റ് എനേബിൾ ചെയ്യണോ വേണ്ടേ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫ്ലാഗ് ആണ് ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലാഗ്. അപ്പോ നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റുന്ന ഇന്ററപ്റ്റ്, അതായത് മറയ്ക്കാൻ പറ്റുന്ന ഇന്ററപ്റ്റുകളിലെ നമുക്ക് എനേബിളും ഡിസേബിളും ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിസേബിൾ ചെയ്യണോ എനേബിൾ ചെയ്യണോ ഡിസൈഡ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലാഗിന്റെ ബേസിലാണ്. അപ്പോൾ ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലാഗ് 1 ആവുമ്പോൾ എല്ലാം മാസ്കബിൾ ഇന്ററപ്റ്റും എനേബിൾ ആവും. 0 ആവുകയാണെങ്കിൽ എല്ലാ മാസ്കബിൾ ഇന്ററപ്റ്റ് എന്താവും, ഡിസേബിൾ ആകും. ഇപ്പൊ എന്തിനാണ്, പ്രോസസർ ഡസ് നോട്ട് അലോ മാസ്കബിൾ ഇന്ററപ്റ്റ് ആഫ്റ്റർ റീസെറ്റ്. കാര്യം റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത് ഒരു ഇന്ററപ്റ്റ്, നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യലും കീബോർഡ് ക്ലിക്ക് ചെയ്യലും ഒന്നും പ്രോസസർ എടുക്കൂല. കാര്യം തുടക്കത്തിൽ അത് എടുക്കൂല. പിന്നെ അത് ബൂട്ട് ചെയ്ത് വന്ന ശേഷം അല്ലെങ്കിൽ ബയോസിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ വിൻഡോസിൽ കയറുമ്പോൾ മാത്രമേ നമുക്ക് മൗസും കീബോർഡും എല്ലാം പ്രോപ്പർ ആയിട്ട് ആക്ടിവേറ്റ് ആവുള്ളൂ. അതേപോലെയാണ് ഇവിടെ ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലാഗ്. അപ്പൊ ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലാഗ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഒരു ഇന്ററപ്റ്റ്, ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ററപ്റ്റ് വരുന്നത്, അത് ഏതെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസിൽ വരുന്നതായിരിക്കാം. അങ്ങനെ ഇന്ററപ്റ്റ് വരുമ്പോൾ ആ ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്യണം. കാര്യം എന്തോ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നു, ആ ഇഷ്യൂ വരുമ്പോൾ അതിനെ സോൾവ് ആക്കാൻ വേണ്ടി സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനാണ് നമ്മൾ ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ എന്ന് പറയുന്നത്. ആ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് പിന്നെ റൺ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ മെയിൻ പ്രോഗ്രാം വന്ന് നിൽക്കും എപ്പോഴാണ്, ഇന്ററപ്റ്റ് നടക്കുന്ന സമയത്ത്. അപ്പൊ ഇന്ററപ്റ്റ് നടന്നിട്ട് അതെന്ത് പ്രോസസർ മനസ്സിലാക്കും അത് ഏത് ഇന്ററപ്റ്റ് ആണ്. ആ ഇന്ററപ്റ്റിനനുസരിച്ചിട്ടുള്ള എന്ത് പ്രോഗ്രാം റൺ ചെയ്യും, അതിന്റെ സർവീസ് പ്രോഗ്രാം റൺ ചെയ്യും. ആ സർവീസ് പ്രോഗ്രാമിന്റെ പേര് ഷോർട്ട് ഫോം ആണ് ISR, ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. അപ്പോൾ ഇന്ററപ്റ്റ് നടക്കുമ്പോൾ മെയിൻ പ്രോഗ്രാം സ്റ്റോപ്പ് ആവും, എന്നിട്ട് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീന്റെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പഴയ ലൊക്കേഷൻ സേവ് ആക്കി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ സർവീസ് ചെയ്യും. ആ ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്ത ശേഷം തിരിച്ച് നമ്മൾ ഇന്ററപ്റ്റ് എവിടെയാണോ മെയിൻ പ്രോഗ്രാമിൽ സ്റ്റോപ്പ് ചെയ്തത് അത് റെസ്യൂം ചെയ്യും. അപ്പോൾ
പിന്നെ പഴയതുപോലെ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവും. അപ്പൊ ഇതാണ് ശരിക്കും ഇൻട്രപ്റ്റ് എനേബിൾ ചെയ്താൽ കൊണ്ട് ഉള്ള യൂസ്. കാര്യം ഇൻട്രപ്റ്റ് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻട്രപ്റ്റ് വന്നാൽ നോക്കാതെ തന്നെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻട്രപ്റ്റ് വന്നാൽ അതിനനുസരിച്ചുള്ള പ്രോഗ്രാം റൺ ചെയ്തിട്ട് തിരിച്ച് മെയിൻ പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. സിമ്പിൾ ഒരു ഡയഗ്രാമായിട്ട് പറയാണ്. പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇൻട്രപ്റ്റ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻട്രപ്റ്റ് എനേബിൾ ഫ്ലാഗ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, 1 ആക്കിയിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് ഇൻട്രപ്റ്റ് വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, മെയിൻ പ്രോഗ്രാം സ്റ്റോപ്പ് ആവും. എന്നിട്ട് അതിന്റെ അഡ്രസ് ലൊക്കേഷൻ സേവ് ആക്കി വെക്കും. എന്നിട്ട് നേരെ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീനിൽ പോയി ആ ഇൻട്രപ്റ്റിന് പറ്റിയിട്ടുള്ള സർവീസ് പ്രോഗ്രാംസ് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ചെന്ത് വരും, നമ്മളുടെ മെയിൻ പ്രോഗ്രാമിൽ വന്നിട്ട് ബാക്കി എക്സിക്യൂട്ട് ആവും. അപ്പൊ ഇങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്. ഇനി വരുന്നതാണ് ഡയറക്ഷൻ ഫ്ലാഗ്. അപ്പൊ ഡയറക്ഷൻ ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രിംഗ് ഓപ്പറേഷനിലാണ് ഡയറക്ഷൻ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ഡേറ്റ എടുക്കേണ്ടത്, ഫോർവേഡ് ഡയറക്ഷൻ ആണോ റിവേഴ്സ് ഡയറക്ഷൻ ആണോ, അല്ലെങ്കിൽ ഓട്ടോ ഡിക്രിമെന്റ് ആണോ ഓട്ടോ ഇൻക്രിമെന്റ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡയറക്ഷൻ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബൈ ഡീഫാൾട്ട് നമ്മൾ പ്രോഗ്രാമിൽ എഴുതുമ്പോൾ 1, 2, 3, 4 എല്ലാം എന്താണ് ഇൻക്രിമെന്റൽ ഫോർമാറ്റിലാണ് എഴുതുന്നത്. എനിക്ക് ഇൻക്രിമെന്റൽ ഫോർമാറ്റ് വേണ്ട, തിരിച്ചു മതി, എനിക്ക് ഡേറ്റ ആക്സസ് ചെയ്യുന്ന ലൊക്കേഷൻസ് എല്ലാം തിരിച്ച് മതി എന്നെങ്കിൽ ഓട്ടോ ഡിക്രിമെന്റ് ഫോർമാറ്റ് മതിയെങ്കിൽ നമ്മൾ ഡയറക്ഷൻ ഫ്ലാഗിനെ 1 ആക്കി സെറ്റ് ആക്കും. അപ്പൊ അത് ആരാ സെറ്റ് ആക്കണ്ടേ, ആരുടെ റിക്വയർമെന്റ് ഇതെല്ലാം പ്രോഗ്രാമറിന്റെ റിക്വയർമെന്റ്. അതുകൊണ്ടാണ് ഈ സാധനം എന്താവുന്നത്, ഒരു കൺട്രോൾ ഫ്ലാഗ് ആവുന്നത്. അപ്പോൾ ബൈ ഡീഫാൾട്ട് അത് 0 ആണ്. മീൻസ് പ്രോഗ്രാം നമ്മൾ ഒരു ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നു, ഒന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ 1001H ആണെങ്കിൽ അടുത്തത് 1002H, അങ്ങനെ ഇൻക്രിമെന്റൽ ഫോർമാറ്റിലായിരിക്കും നമ്മൾ സ്ട്രിംഗ് ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നത്. ഇനി തിരിച്ചാണ് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താക്കണം, ഡയറക്ഷൻ ഫ്ലാഗ് 1 ആക്കണം. അപ്പോൾ ഡയറക്ഷൻ ഫ്ലാഗ് 1 ആവുന്ന സമയത്ത് നമ്മൾ ലോവർ അഡ്രസ്സിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ 1001 എന്ന അഡ്രസ് വിചാരിച്ചു, അഡ്രസ് ലൊക്കേഷൻ, ആ ലൊക്കേഷൻ അടുത്ത് എന്തായിരിക്കും നമ്മൾ പോകുന്നത് 1002H ആയിരിക്കും പോകുന്നത്. കാര്യം ബൈ ഡീഫോൾട്ട് നമ്മൾ എന്താ കൂട്ടി ഇൻക്രിമെന്റ് ഫോർമാറ്റിലാണ് എഴുതുന്നത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് പോകണമെങ്കിൽ നമുക്ക് ഡയറക്ഷൻ ഫ്ലാഗ് 0 ആക്കി സെറ്റ് ആക്കണം. ഇനി തിരിച്ചു പോകണമെങ്കിൽ മാത്രമാണ്, അതായത് ഓട്ടോ ഡിക്രിമെന്റിങ് ഫോർമാറ്റിൽ നമ്മൾ സ്ട്രിംഗ് ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് 1 ആക്കുക. അപ്പൊ തിരിച്ചായിരിക്കും അത് പോകുന്നത്. അത്രയേ ഉള്ളൂ. ഡയറക്ഷൻ മാറ്റുന്നു. ബൈ ഡീഫോൾട്ട് ഡയറക്ഷൻ ലോവർ അഡ്രസ്സിൽ നിന്നും ഹയർ അഡ്രസ്സിലോട്ടാണ് പോകുന്നത്. പക്ഷേ ആ തിരിച്ച് ഹയർ അഡ്രസ്സിൽ നിന്ന് ലോവർ അഡ്രസ്സിലോട്ട് ഡേറ്റ ആക്സസിങ് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രിംഗ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ സ്ട്രിംഗ് ഡേറ്റ ഓപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഡയറക്ഷൻ ഫ്ലാഗ് 1 ആകുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റിലോട്ട് എടുക്കാം. ഇൻ 8086 microprocessor, what does an overflow flag value of 1 indicate about the sign of the result of an operation? അതായത് ഓവർഫ്ലോ ഫ്ലാഗ് 1 ആയി. അപ്പൊ സൈൻ എന്താണ്, ശരിക്കും സൈൻ തെറ്റാണ്. കാര്യം തെറ്റായ സൈൻ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദ സൈൻ ഓഫ് ദ റിസൾട്ട് ഇസ് ഇൻകറക്റ്റ് ഡ്യൂ ടു ദ ഓവർഫ്ലോ ഫ്ലാഗ് ഇൻ സൈൻഡ് അർത്ഥമാറ്റിക്. കാര്യം സൈൻഡ് ഓപ്പറേഷൻ മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർഫ്ലോ ഫ്ലാഗ് കൊണ്ട് യൂസ് ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ 8086 microprocessor, what does an parity flag value of 1 signify about the result of an operation? എപ്പോഴാണ് പാരിറ്റി ഫ്ലാഗ് 1 ആവുന്നത്, ഈവൻ പാരിറ്റി ആവുമ്പോൾ. ഈവൻ പാരിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ റിസൾട്ടിന്റെ നമ്പർ ഓഫ് വൺസ് എത്രയാണ്, ഈവൻ ആവുമ്പോൾ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്, ദ റിസൾട്ട് ബി ആണ് കറക്റ്റ് ആൻസർ. ദ റിസൾട്ട് കണ്ടെയ്ൻസ് ഈവൻ നമ്പർ ഓഫ് വൺസ് ഇൻ ഇറ്റ്സ് ബൈനറി റെപ്രസെന്റേഷൻ. അടുത്തത്, which of the following control bit of 8086 flag register is used to put the 8086 in single step mode? ഏതാണ് സിംഗിൾ സ്റ്റെപ്പ് ഡീബഗിങ് ചെയ്യാൻ വേണ്ടി ഏത് മോഡ് യൂസ് ചെയ്യും, അതാണ് ട്രാപ്പ് ഫ്ലാഗ്. അപ്പൊ അതാണ് ആൻസർ. അപ്പൊ ഇതോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഫ്ലാഗ് രജിസ്റ്റർ. ഇനി സമ്മറി ആക്ച്വലായിട്ട് പറയുകയാണെങ്കിൽ ഫ്ലാഗ് രജിസ്റ്ററിൽ 2 എണ്ണം ഉണ്ട്. സ്റ്റാറ്റസ് ഫ്ലാഗും കൺട്രോൾ ഫ്ലാഗും ഉണ്ട്. സ്റ്റാറ്റസ് ഫ്ലാഗ് ALUയുടെ റിസൾട്ടിന്റെ സ്റ്റാറ്റസ്, ഓരോ പ്രാവശ്യം ALU ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാറ്റസ് ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ ഫ്ലാഗ് പ്രോഗ്രാമറാണ് യൂസ് ചെയ്യുന്നത്, അത് പ്രോഗ്രാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൽ സ്റ്റാറ്റസ് ഫ്ലാഗിൽ ക്യാരി ഫ്ലാഗ് ഉണ്ട്, പാരിറ്റി ഫ്ലാഗ് ഉണ്ട്, ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഉണ്ട്, സീറോ ഫ്ലാഗ് ഉണ്ട്, സൈൻ ഫ്ലാഗ് ഉണ്ട്, ഓവർഫ്ലോ ഫ്ലാഗ് ഉണ്ട്. കൺട്രോൾ ഫ്ലാഗിൽ ട്രാപ്പ് ഫ്ലാഗ് ഉണ്ട്, ഇൻട്രപ്റ്റ് എനേബിൾ ഫ്ലാഗ് ഉണ്ട്, ഡയറക്ഷൻ ഫ്ലാഗ് ഉണ്ട്. ഇപ്പൊ മൊത്തം എത്ര ഫ്ലാഗ് ഉണ്ട്, 9 ഫ്ലാഗ് ഉണ്ട്. സോ ഇതോടെ നമ്മളുടെ സെക്ഷൻ കംപ്ലീറ്റ് ആയി. താങ്ക്സ് ഫോർ വാച്ചിങ്.